പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. എന്തെന്നാൽ അവൻ സ്വന്തമായി എടുത്തത് ദൈവദൂതന്മാരെ അല്ല, അബ്രഹാത്തിന്റെ സന്തതിയെയാണ്. ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനു വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണ ഉള്ളവനുമായ പ്രധാന പുരോഹിതനാകുവാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട് സദൃശനാകേണ്ടിയിരുന്നു. ഈശോ തനിക്ക് സ്വന്തമായി ഉള്ളവരെ സ്നേഹിച്ചു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഈശോ തൻ്റെ സ്വന്തമാക്കുവാൻ വിളിച്ചവരൊക്കെ ബലഹീനരായിരുന്നു. പാപികളെയും ബലഹീനരെയുമാണ് കർത്താവ് സ്വന്തമാക്കുവാനായി വിളിച്ചത്. അവിടത്തേക്ക് വേണമെങ്കിൽ ദൈവദൂതന്മാരെ വിളിക്കാമായിരുന്നു. എന്നാൽ കുറവുകളുള്ള സാധാരണക്കാരെ ഈശോ തൻ്റെ അടുത്തേക്ക് വിളിച്ച് അവരെ തൻ്റെ ദൗത്യത്തിനായിട്ട് പറഞ്ഞയക്കുകയാണ്. ഇന്ന് ഈശോ നമ്മളെയും വിളിക്കുമ്പോൾ ഓർക്കണം, നമ്മുടെ കുറവുകളും പോരായ്മകളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടുന്ന് നമ്മളെയും ഈ ദൗത്യത്തിനായി വിളിക്കുന്നതെന്ന്. നമ്മുടെ വീഴ്ചകളും പോരായ്മകളും മനസ്സിലാക്കുന്ന ഈശോ തൻ്റെ സ്വന്തമാക്കുവാനായി നമ്മളെ ഇന്നും വിളിക്കുന്നുണ്ട്. ആ വിളിക്ക് കാതോർത്തുകൊണ്ട് ഈശോയുടെ പാത പിൻചെല്ലുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെയും പ്രാപ്തരാക്കട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.